അപ്പൊ നമുക്കിപ്പം അറിയാവുന്നവരാണ് എങ്കിലും ഇങ്ങനെ കാവുണ്ട്, ചിലപ്പോ അത് വനദുർഗയൊക്കെ ആയിരിക്കും. അപ്പൊ വനദുർഗയെ കൊണ്ടുപോയിട്ട് ഒരു ഗൃഹമുണ്ടാക്കി അതിനകത്ത് വെക്കും. അത് അവിടെ ഇരിക്കില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. വനദുർഗ വനത്തിലിരിക്കുന്ന ആളാണ്. അതേപോലെ ഇങ്ങനെ കുറെ അതിന്റെ ഇങ്ങനെ വിഭാഗങ്ങളുണ്ട്. അവരവരുടെ തറവാടിൻ്റെത് എന്താണെന്നുള്ളത് അവരവർക്കാണ് അറിയുന്നത്. ഈ പറഞ്ഞ കാവിന്റെ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഉള്ള സ്ഥലത്ത് ഇനി ധാരാളം ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ വൃത്തിയാക്കി മുഴുവനും പിന്നെ മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ വൃത്തിയാക്കി അടിയിൽ മുഴുവൻ ടൈലിട്ട് ഒരു പുല്ല് പോലും കിളർക്കില്ല. എങ്ങനെയാ വനദുർഗയൊക്കെ അവിടെ ഇരിക്കുക? കാവിലിരിക്കുന്നവർക്ക് കാവ് തന്നെ വേണം, തണല് വേണം, വൃക്ഷങ്ങളുടെ തണല് വേണം, വള്ളിച്ചെടികൾ വേണം, അവിടെ പക്ഷിജാലങ്ങൾ ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ തന്നെ വേണം. അപ്പൊ പരമാവധി അവിടെ ഇത്തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ അവിടെ എന്താണ് പൂജാക്രമം ഉണ്ടായിരുന്നത് ആ ക്രമം പരമാവധി അത് തന്നെ പിന്തുടരുക. ഇല്ലെങ്കിൽ സങ്കല്പ പൂജ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഇത് അതിനുള്ളൊരു പോംവഴിയൊന്നും അല്ല എങ്കിലും സങ്കല്പ പൂജയായിട്ടെങ്കിലും ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ മാറ്റിവെച്ച രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ, എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഇതിൽ ഭൂരിപക്ഷം പേർക്കും ഇത് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉണ്ടാവുള്ളൂ. അവരതിന് പരിശ്രമിക്കായികയാണ്. ഈ അടുത്തൊരു കാലത്ത് തന്നെ എത്ര പേർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു എന്റെ ജന്മത്തിന്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണത്. ഒരുപാട് പേരെ അവരുടെ പരദേവതയുടെ അടുത്തേക്ക് നയിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരോട് ആദ്യം അറിയില്ല എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തറവാട്ടിലുള്ള മറ്റംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവില്ല ഇവർക്ക്. എന്തെങ്കിലുമൊക്കെ പൂർവികമായിട്ടുള്ള സ്വത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലുമൊക്കെ പേരിൽ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് നേരെ കണ്ടാൽ പോലും സംസാരിക്കാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ബന്ധങ്ങൾ മുഴുവൻ അറ്റുപോയി ഒന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. അതിന് മെനക്കെടായികയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയാണ്, അല്ല ഉണ്ട് അവരെ അങ്ങനെയൊന്നും ഇല്ല, അതെങ്ങനെ പറയുള്ളൂ, ഇല്ലാന്നേ പറയുള്ളൂ. ഇല്ല സത്യത്തില് ഞങ്ങക്ക് പരദേവതയൊന്നും ഇല്ല എന്ന് പറയുമ്പോ, ഞങ്ങക്ക് കുടുംബക്ഷേത്രം ഒന്നും ഇല്ല എന്ന് പറയുമ്പോ ആ പറയണത് കേട്ട എനിക്ക് ദേഷ്യം വരും കേട്ടോ. കാരണം ഇത് അംഗീകരിക്കാൻ ഇവർക്ക് തയ്യാറാണ്, അറിവില്ലായ്മയാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുക്കുകയും വേണം. പരിഹരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടി ഇവർ കൊണ്ടുപോയാലേ ഇത് പരിഹരിക്കപ്പെടുള്ളൂ. അപ്പൊ അവര് നല്ല ഭക്തിയുള്ളവരൊക്കെ ആയിരിക്കാം, ധാരാളം ക്ഷേത്രങ്ങളിൽ പോകുന്നതായിരിക്കും, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഇത് എന്നിട്ട് എന്താ എനിക്ക് അതൊന്നും കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വലിയ ഒരു ചരുവത്തിനകത്തേക്ക് കിണറ്റിന്ന് വെള്ളം നിറച്ചും കൊണ്ടേയിരിക്കുകയാണ്. ചരുവത്തിൽ നിറയേണ്ടതിന്റെ 10 ഇരട്ടി ഇവരെ ഒഴിച്ചുകൊണ്ടുണ്ട്. അതിന്റെ അടിയൊക്കെ തുരുമ്പിച്ച് ദ്രവിച്ച് ഓട്ടയാണ്. ഒഴിക്കുന്ന വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് ചോർന്നു പോവുകയാണ്. പിന്നെ എങ്ങനെ ഇത് ഉപകാരപ്പെടുക? അതേപോലെയാണ് ഈ പരദേവതാ സങ്കല്പം എന്ന് പറയുന്നത്. അവിടെ തൃപ്തിയാക്കിയിട്ട് ബാക്കി എത്ര ചെയ്യുന്നോ അത്രയും നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സൽക്കർമ്മങ്ങളും എല്ലാത്തിന്റെയും ഫലം കിട്ടും. പക്ഷെ അവിടെ തന്നെ ഒട്ട വീണ് കഴിഞ്ഞാൽ ചെയ്യുന്നത് മുഴുവൻ അതിൽ കൂടി ഇറങ്ങി പോവുക ചെയ്യുന്നത്. അപ്പൊ അതിനെ നേരെ ആക്കിയാൽ മാത്രം ഇത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിലപ്പോ ഒരു 2-4 ദിവസം കഴിയുമ്പോഴേക്കും ഇവര് തന്നെ വന്നിട്ട് പറയും, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയും, ഇത് അന്വേഷിച്ചു, ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ ഈ അടുത്ത് ശരിക്കും എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയത്, ഒരുപാട് കാലം ജീർണിച്ച് കിടന്നിട്ട് വളരെ അടുത്തൊരു കാലങ്ങളിലായിട്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്രം ഇല്ലാതിരുന്ന സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കി അതിന്റെ പുനരുദ്ധാരണം ഒക്കെ കഴിഞ്ഞ് ഈ അടുത്ത കാലത്താണ് അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ചൈതന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവരിലേക്കുള്ള പ്രഷർ കൂടിയിട്ടാണ് ഇവര് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. അവർക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു കാലമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ ആ ദേവത ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഒരു സാന്നിധ്യമൊക്കെ, ഇവരുടെ ഒരു ശുശ്രൂഷയൊക്കെ. അപ്പോഴാണ് ശരിക്കും നമ്മളൊരു നിമിത്തം മാത്രമാണ് ആവുന്നത്. ദൈവജ്ഞൻ എന്ന് പറയുന്നത് നിമിത്തം മാത്രമായിട്ടാണ് ആവുന്നത്. അപ്പൊ അവരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു മാർഗവുമില്ല, അടിപ്പെട്ടു പോയി. കാരണം പൂർവികരായിട്ടുള്ള പ്രായം ചെന്ന ആരും ജീവിച്ചിരിപ്പില്ല, ചോദിക്കാൻ പാകത്തിന് ആളില്ല, ഉള്ളവർക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ വന്നു പോയി. എന്താ അപ്പൊ മാർഗം? അവരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ അമ്മ ദൈവങ്ങളായിരിക്കും. അപ്പോ നമുക്ക് ഏറ്റവും അടുത്തുള്ള, ഇപ്പോ അത് അടുത്തുള്ളത് മാത്രമല്ല, വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള
ദേവീ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രങ്ങൾ. അപ്പൊ പരാശക്തിയുടെ ഏറ്റവും ചൈതന്യവത്തായി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ എറണാകുളം ജില്ലയുടെ പറയുമ്പോഴത്തേക്കും ചോറ്റാനിക്കര പോലെയല്ല, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂര്, അതുപോലെ മലയാലപ്പുഴ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും അതാത് ദേശത്തിന്റെ, കണ്ണൂരൊക്കെ മടായിക്കാവുണ്ട്, ഇങ്ങനെ ഓരോ ദേശത്തിൻ്റെതായിട്ടുള്ള വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകും. അമ്മ ദൈവങ്ങളുടെ, പരാശക്തിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാകും. ദുർഗയായിരിക്കും, ഭദ്രകാളി ആയിരിക്കും, അതിന്റെ അവാന്തര വിഭാഗങ്ങളായിരിക്കും. അപ്പോ ഒരു നിവർത്തിയുമില്ല എങ്കിൽ അവിടെ ചെന്നിട്ട് ഇതാണ് എന്റെ പരദേവത, ഇവിടെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവിടെ ആരാധന നടത്തുക. അവിടേക്ക് വേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന, അതിപ്പോ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പറയും, അതല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമായിരിക്കാം. മിനിമം മാസത്തിൽ ഒന്നും ചെയ്യാണ്ട് പറ്റില്ല, കാരണം എത്രയോ കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നതായിരിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും ഒന്നുകിൽ ഇവരുടെ തന്നെ പരദേവതയുടെ അടുത്തേക്ക് നയിക്കാനുള്ള, അങ്ങോട്ട് എത്തിച്ചേരാനുള്ള കാരണങ്ങൾ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്നെത്തിക്കും. ശരിയാ. അതല്ലെങ്കിൽ ഇവിടെ തന്നെ, കാരണം അതിനി നിവർത്തിയില്ല എന്ന അവസ്ഥയാണ് എങ്കിൽ ഇവിടെ തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പരദേവത പ്രസാദിച്ചോളും. അത് അവസാനത്തെ കൈയാണ് കേട്ടോ അത്. എന്നാ എല്ലാവരും ഓടി എന്നാ പിന്നെ ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്ന് വിചാരിക്കണ്ട. അത് വേറെ ഒരു നിവൃത്തിയില്ല എങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ പോം വഴി. ഏറ്റവും അടുത്തുള്ള നല്ല ചൈതന്യവത്തായിട്ടുള്ളത്, അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എല്ലാം ദൈവങ്ങളല്ലേ, എല്ലായിടത്തും ഒരേ സങ്കല്പമല്ലേ? എനർജിക്ക് വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ പോലെ തന്നെയാണ്, എനർജിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേ തലത്തിൽ നിൽക്കുന്നവരല്ലല്ലോ. അതേപോലെ തന്നെ അപ്പൊ ഏറ്റവും എനർജിയുടെ സ്രോതസ്സായിരിക്കണം. അങ്ങനെയുള്ള ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടത്തേക്ക് വേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ എങ്ങനെയാണോ അവരുടെ അവസ്ഥ എന്ന് നോക്കിയിട്ട് നമ്മൾ പറയും, എന്തൊക്കെയാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറയും. അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ പരദേവതയുടെ പ്രീതി ലഭിക്കുന്നതാണ്, ഉറപ്പായിട്ടും ലഭിക്കും. ഈ പറയുന്ന പരദേവത അല്ലെങ്കിൽ ഈ പറയുന്ന കുലദേവത, അവരെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം ഒരു ജാതകൻ ഉണ്ടാകട്ടെ. ഉണ്ടായിക്കഴിഞ്ഞാൽ 100% ഇവരുടെ പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ഇവിടെ ഈ ബ്ലോക്കേജായി നിൽക്കുന്ന സംഭവങ്ങളെ അറിയാനുള്ളൊരു മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. അല്ല, ആ മനസ്സോടുകൂടി എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് നല്ലൊരു ദൈവജ്ഞന്റെ അടുത്ത് പോയി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിലും ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മുടെ കുലദേവതയെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഏത് സമയം മോശമാണെങ്കിലും നമ്മളെ ഒന്നും ബാധിക്കാതെ പോകാൻ കഴിയട്ടെ. അതെ, അങ്ങനെ കഴിയട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.